ഏറ്റവും മികച്ച ബിൽ ക്വാളിറ്റിയും ഏറ്റവും മികച്ച സൗണ്ട് ക്വാളിറ്റിയും ലഭിക്കുന്ന ഒരു ഹെഡ്ഫോണിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അതെ, ആ ഹെഡ്ഫോണിൻ്റെ പേര് Realme Buds 2 ആണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ റിവ്യൂ ഓഫ് Realme Buds 2. അപ്പോൾ Realme Buds 2 ഞാൻ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പിന്നെ അത് ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. അതുകാരണം കൊണ്ടാണ് ഞാൻ വീണ്ടും റീഫർബിഷ്ഡ് വീണ്ടും ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ട് റീഫർബിഷ്ഡിനാണ് ഞാൻ റീഫർബിഷ്ഡ് ആയിട്ടുള്ള Realme Buds 2 ഓർഡർ ചെയ്തത്. ഇത് എപ്പോഴും 600 രൂപയാണ് ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും. എന്നാൽ ഫ്ലിപ്കാർട്ട് റീഫർബിഷ്ഡിൽ ഞാൻ ഈ സാധനം 450 രൂപയ്ക്ക് അൺബോക്സിലേക്ക് ന്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് വാങ്ങി. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ വാങ്ങാൻ സാധിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റീഫർബിഷ്ഡ് ലിങ്ക് കൂടാ, ഒറിജിനൽ ലിങ്ക് കൂടാ. നിങ്ങൾക്ക് എത്ര പൈസ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂവിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് Realme Buds 2 സാധനം. എല്ലാവരും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ വീഡിയോ ഇടണം. വേറെ ഒന്നല്ല, ഇത് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെഡ്ഫോണാണ്. ഞാൻ ഇതിന് മുമ്പ് വേറെ ബോട്ടുണ്ട്, അങ്ങനെ 2-3 ഹെഡ്ഫോണൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഇതിലേറ്റവും മികച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നല്ലേ, അതായത് ഇതിൻ്റെ ഈ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാരണം. എന്താണെന്ന് വെച്ചാൽ ഞാനിത് കിടന്നിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹെഡ്ഫോണാണ്. കാരണം കിടക്കുന്ന സമയത്ത് നമ്മൾ കിടക്കിൽ കിടന്നിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളും ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ഹെഡ്ഫോൺ തന്നെ വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് 600 രൂപയൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും Realme Buds 2 പോകാം. ഇതിൻ്റെ ഈ കേബിൾ ഉണ്ടോ, ഈ കേബിൾ തന്നെ ഈ പിടിക്കുമ്പോൾ തന്നെ നല്ല പ്രീമിയം ഫീലാണ്. അതുമാത്രമല്ല, ഇത് നല്ല കനമുണ്ട്, തിക്നെസ് ഉണ്ട്. അതുമാത്രമല്ല, ഇതിൽ ബ്രൈഡഡ് കേബിളാണുള്ളത്. പിന്നെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഹെഡ്ഫോൺസിന് വരുന്ന പ്രശ്നം, ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹെഡ്ഫോൺസിൽ വരുന്ന പ്രശ്നമാണ് ഈ ടിപ്പ്. ഈ ടിപ്പിൻ്റെ ഇവിടെ ഒരു പൊട്ടൽ വരും. പൊട്ടൽ വന്നാൽ അത് അങ്ങനെ പൊട്ടി അവസാനം അത് പോവും. എന്നാൽ Realme അത് തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവരവിടെ ഒരു റബ്ബറിൻ്റെ ക്ലാഡിങ് പോലെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. അത് കാരണം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഫിക്സായി നിൽക്കും, ഒരു സ്മൂത്ത് ആയിരിക്കും, അപ്പോൾ പൊട്ടില്ല. അതായത് നമുക്ക് ഈ സ്പീക്കർ വയറിലോട്ട് പോകണം ഈ വയറാണ്. ഈ വയർ അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട്, നല്ല ക്വാളിറ്റി വയറാണ്. ഈ Realme Buds 2 നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ Realme Buds 2 Neo പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ അനിയനായിട്ട് വരും. കാരണം അത് ഇത്രയും ക്വാളിറ്റി ഒന്നും ബിൽ ക്വാളിറ്റി ഇല്ല. സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ബിൽ ക്വാളിറ്റി അത്ര പോരാ. അപ്പോൾ ഇതിൻ്റെ സ്പീക്കറുകൾ ഇതാണ്ടോ, ഇയർബഡ്സൊക്കെ അടിപൊളിയാണ്. ഈ ബഡ്സ് നമുക്ക് 2 എണ്ണം അഡീഷണൽ കിട്ടും. ഒന്ന് സ്മോളും പിന്നെ ഒന്ന് ലാർജും. ഇത് മീഡിയമാണ്. അപ്പോൾ ഇത് എനിക്ക് പറ്റും. അപ്പോൾ ഫിറ്റ് ആൻഡ് ഫീൽ ഞാൻ കാണിച്ചു തരാം. അതാ ഇങ്ങനെയാണ് വെക്കുക. സംഭവം സെറ്റാണ്. നിലത്തേക്ക് അഴിഞ്ഞ് വീഴൊന്നുമില്ല, ഫിക്സായി നിൽക്കും. പിന്നെ ഇത് എത്ര നേരം വാങ്ങിച്ചാലും നമുക്ക് ഇട്ട് ഉപയോഗിക്കാം കേട്ടോ, ഒരു കുഴപ്പവും വരില്ല. ചില ഹെഡ്ഫോൺസൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് വെച്ചാൽ ചെവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. എന്നാൽ ഇത് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല, പക്കയാണ് സാധനം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പിന്നിൻ്റെ താഴെ വരുന്നത് പോലെ തന്നെ നമ്മുടെ ഹെഡ്ഫോൺസിൻ്റെ ഇവിടെയും പൊട്ടൽ വരാറുണ്ട്. അപ്പോൾ അതും പരിഹരിക്കാൻ വേണ്ടി അവർ ഇവിടെ ഒരു മഞ്ഞ കളറിലൊരു റബ്ബർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇതിൻ്റെ സ്വിച്ചസ് ആണ്. അതായത് ഈ പ്ലസ് മൈനസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്ലസ് സൗണ്ട് കൂട്ടാനും മൈനസ് സൗണ്ട് കുറയ്ക്കാനും ഈ നടുവിലെ കോൾ ടേക്കർ ബട്ടൺ നിങ്ങൾക്ക് പാട്ട് ചേഞ്ച് ചെയ്യുക, അതായത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ പാട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഈ സ്വിച്ചിലുള്ളത്. അപ്പോൾ ഇനി സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയാം. സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് കുറച്ച് കോമഡി ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പെട്ടിയിൽ ഒരു ഇട്ടുണ്ട് ഫീൽ ദ റിയൽ ബേസ് എന്ന്. എന്നാൽ എനിക്ക് ഇതിൽ നിന്നും അത്ര മാരകമായ ബേസൊന്നും അനുഭവപ്പെട്ടില്ല. നല്ല സ്മൂത്ത് ബാലൻസ്ഡ് ആയ സൗണ്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മെലഡി പാട്ടൊക്കെ കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം പക്കയാണ്. നിങ്ങൾക്ക് അഥവാ ബാസ് ബൂസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ DJ അങ്ങനത്തെ ഒക്കെ കേൾക്കുന്നവരുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുക. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഈക്വലൈസറിൽ പോയിട്ട് ആ ബേസ് കൺട്രോളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് നല്ല ബേസ് ആയിരിക്കും. പിന്നെ ഇത് എത്ര തന്നെ നിങ്ങൾ സൗണ്ട് കൂട്ടിയാലും ഇതിൽ ആ എരമ്പൽ സൗണ്ട് വരില്ല. ആ ടോപ്പ് വോളിയം എത്തുമ്പോൾ നമുക്കൊരു ചില ഹെഡ്ഫോൺസ് അങ്ങനെ പരവരക്കും. അപ്പോൾ ഈ സാധനം അങ്ങനെ വരില്ല. പിന്നെ ഫ്രണ്ട്സ്, ഇതിൽ ഏറ്റവും മികച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ ഹെഡ്ഫോൺസ് കമ്പനികളും കൊണ്ടുവരേണ്ട ഒരു ചെറിയ ഫീച്ചറാണ്, എന്നാൽ അത് പവർഫുൾ ഫീച്ചറാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാൻഡാണ്. ഈ ഒരു ബാൻഡ് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബാഗിൽ വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒന്ന് ടാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. സാധനം അവിടെ നിന്നോളും. ഇതാണ്ടോ, സാധനം അവിടെ നിന്നോളും, എവിടേക്കും പോവില്ല. പിന്നെ ഇത് ടാങ്കിൾ ഫ്രീ ഹെഡ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എത്ര തന്നെ ഇത് ചുരുട്ടി വെച്ചാലും ഇത് നിവർത്തുമ്പോൾ അങ്ങനെ കറക്റ്റായി നിവർന്ന് വരും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സാധനമാണ്, നല്ല ഹെഡ്സെറ്റാണ്. എല്ലാവരും 500 രൂപേൻ്റെ ഉള്ളിലൊരു നല്ല ഹെഡ്സെറ്റ്, നല്ല ബിൽ ക്വാളിറ്റി, നല്ല സൗണ്ട് ക്വാളിറ്റി ഇല്ല, ഒരു അടിപൊളി ഹെഡ്സെറ്റാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും Realme Buds 2 ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ Realme Buds 2ൻ്റെ റിവ്യൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. സബ്സ്ക്രിപ്ഷൻ കുറവാണ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുമായിരിക്കും. ബൈ.